ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ പുതിയൊരു ഷെഡും കാര്യങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെവിടെയെന്ന് വെച്ചാൽ നമ്മൾ ജാഗോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെയും കാര്യങ്ങളൊക്കെ ഇനി മുതൽ നമ്മൾ അവിടെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ സ്വന്തം ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു കാണുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ ഇന്നലെ താമസിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ മറ്റേ സെഡോട് വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രിപ്പിന് പോയിട്ടുണ്ട്. അതും കാര്യങ്ങളൊക്കെ ഡ്രൈവേഴ്സിനും കാര്യങ്ങളും എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഈ കാണുന്ന ഏരിയ. ഇത് മൊത്തം നമ്മളങ്ങോട്ട് മേടിച്ചിട്ടുണ്ട് മക്കളെ. അപ്പോൾ ഇനി കളി മാറാനേ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയൊരു പണി പെട്ടാണ് നമ്മൾ റിവേഴ്സും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടലായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ നേരെ നമ്മൾ വണ്ടി എടുത്ത് നമ്മളെ മറ്റേ സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളെ ഷെഡൊരു പഴയൊരു റിപ്പയറിങ് ഷോപ്പായിരുന്നു. ആ റിപ്പയറിങ് ഷോപ്പ് ഇപ്പോൾ പോയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ എല്ലാ എൻജിൻ സാധനങ്ങളും മൊത്തം അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുക. അവർ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ റിപ്പയറിങ്ങിൻ്റെ ഒരു സാധനം നമ്മൾ എടുക്കുന്നില്ല, നിങ്ങളൊന്ന് മേടിക്കുക. അപ്പോൾ അവർക്ക് നല്ല കിടിലൻ ബിസിനസ്സായിരുന്നു ആ ബിസിനസ്. ഇപ്പോഴും ആൾക്കാരോട് ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്, അവരിപ്പോൾ തുറക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായില്ല. നമ്മൾ ഷെഡായിട്ടാണ് നമ്മൾ കാണുന്ന, പേരൊന്നും നമ്മൾ സെറ്റാക്കുന്നില്ല. പക്ഷെ നമ്മൾ തമ്മിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ടീം ഗാങ് ബേസ് എന്ന്. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടതാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളും നമ്മൾ വരാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ വണ്ടി എടുത്ത് നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുക. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ നമ്മളെ ചെറുക്കനും കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടാൽ 2 ചെക്കന്മാരെ നിർത്തിയിടാൻ സ്ഥലമുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഷെഡുണ്ട്, അതുപോലെ തന്നെയാണ്. അപ്പോൾ അതും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ വിലക്കാണ് തന്നത്. കാരണം എന്താ വെച്ചാൽ അവർ വേറെ സ്ഥലത്ത് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കിത് വെക്കാൻ കാര്യങ്ങൾ ഇതാക്കി. അവർ മുതലാളി തന്നെയാണ് അവിടെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ. മുതലാളീൻ്റെ മോനും കാര്യങ്ങളൊക്കെ റിപ്പയറിങ് നടത്തുന്നത്. അപ്പോൾ അത് കാരണം അവർക്ക് 2 ആൾക്കും കൂടി 2 സ്ഥലത്ത് നിൽക്കണം എന്ന് ആഗ്രഹമില്ല. 2 ആളും ഒരു സ്ഥലത്ത് നിൽക്കണം എന്നാണ് അവർക്ക് ആഗ്രഹവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം, എനിക്കൊരു ചെറിയ ഷെഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നാണ് നിർത്തിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ എന്നും ഇതാക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ഇതായതുകൊണ്ട് നമ്മൾ എടുത്തതാണ്, നമുക്കൊരു ഷെഡുണ്ടായിരുന്നു, ആ ഷെഡെന്ന് വലിയ പറഞ്ഞു ഇനി പൊക്കോളൂ. KSRTC-കാരൊക്കെ കോട്ടായിരുന്നു അത്. അപ്പോൾ ഇനി പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങ് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഷെഡും കാര്യങ്ങളൊക്കെ എത്താനായിട്ടുണ്ട്, ഷെഡ് എത്തിയിട്ടുണ്ട് എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന മറ്റേ ഈ സ്ഥലമാണ് നമ്മളെ ഇതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കെന്തായാലും നമ്മളെ ചെറുക്കനും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ട് ഇത് ചെയ്തിട്ട് അയ്യോ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്കെന്തായാലും ഇനി ഒന്ന് മുമ്പെടുത്തിട്ട് എന്തായാലും സെറ്റാക്കിയിട്ട് നമുക്കെന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണം, ഇല്ലെങ്കിൽ ഇവിടെ ആകെ അടിപിടിയാവും. അപ്പോൾ നമുക്കെതിരെ കേസും വരും. നമ്മളാണെങ്കിലും ജയിലൊന്നും പോലത്തല്ല, ഒരു മച്ചാമരെ ഇനി മുതൽ ഞാൻ നല്ലൊരാളായിരിക്കും. അപ്പോൾ നമുക്ക് 2 വണ്ടികളല്ല, തോനെ വണ്ടികൾ നിർത്തിയിടാം. എനിക്ക് തോന്നുന്നത് 2 വണ്ടി റിപ്പയറിങ്ങിന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 4-5 വണ്ടി നിർത്തിയിടാം. അപ്പോൾ അതിനൊക്കെ സ്പേസുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് ഫുള്ളി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനൊന്നുമില്ല. നമ്മളെ ബസ്സിലായിട്ട് ഇന്തോനേഷ്യയിൽ എപ്പോഴും കാണുന്ന കോട്ട തന്നെയാണ്. ഈ ഒരു സ്ഥലം വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് റിപ്പയറും കാര്യങ്ങളും ചെയ്യാനും റിപ്പയറിങ്ങിൻ്റെ ഒരാളെ വിളിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ റിപ്പയറിങ്ങിൻ്റെ ഫുള്ളി സാധനം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വലുതായിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഒരു ബസ്സിൻ്റെ ഒരു ബോഡി ഇവിടെ കിടപ്പുണ്ട്.
പിന്നെ കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ പാത്രം കൂടെ കിടപ്പുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ സീറ്റുണ്ട്, വേണമെങ്കിൽ നമ്മളെ വണ്ടിക്ക് സീറ്റൊക്കെ ആഡ് ചെയ്യാം. അത് ടോയ്ലറ്റാണ് തോന്നുന്നു. പിന്നെ നമ്മളിവിടെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഓഫീസും കാര്യങ്ങളൊക്കെ എന്തിനാണ് സെറ്റപ്പ് ആക്കുന്നത് വെച്ചാൽ നമ്മളെ ഇവിടേക്ക് വരുന്നവർക്കൊക്കെ ഒന്ന് ഇതാക്കാനാണ്. പിന്നെ അത് അവിടെ കുറേ ഒരു ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്. പിന്നെ വേറെ റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്നൊരു സ്ഥലം കാര്യങ്ങളൊക്കെയാണ്, റിപ്പയറിങ്ങിൻ്റെ ആയിട്ടാണ്. പിന്നെ അത് ഇവിടെ ഒരു ഇതാണ്, പിന്നെ ഇത് എയർ അടിക്കുന്ന സാധനമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ വണ്ടി ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടിട്ട് വേറൊരു സ്ഥലം കൂടി ഉണ്ട്, ഈ ആസ്തിയിൽ വരുന്നൊരു സ്ഥലം. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മഴ ആയ കാരണം നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല സൈഡാക്കി ഇട്ടിട്ട് നമുക്ക് കാണാം. നമ്മൾ തമ്മിലിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാച്ചാൽ നമുക്ക് എന്തായാലും ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. നമ്മൾ കാര്യങ്ങളൊരു ഫോട്ടോയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഇതിൽ വരുന്നത്, അതായത് ആ ഇതിൽ തന്നെ ഏരിയയാണ്. അപ്പോൾ ഇതാണ് ഇവരെ ഒരു ഹോട്ടലാണ്, പാസാറ്റ് ഹോട്ട് എന്നാണ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നമ്മളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേണമെങ്കിൽ ഇവിടെയും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാം, ഇതാക്കാം. അപ്പോൾ ഇവിടെയും ബസ്സും കാര്യങ്ങളൊക്കെ നിർത്തിയിടാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ ഞാൻ അടുത്തൊരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ തന്നെ പറയുകയാണ്, ഈ വീഡിയോ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എടുത്തതാണ്. ഇതൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എടുത്തതാണ്. ഇതൊരു ഒറിജിനൽ റിയൽ ആയിട്ടുള്ളൊരു ഷെഡല്ല, ഇതൊരു ബസ്സിൽ സ്റ്റോറി ഒരു ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ പറയാണ്. അപ്പോൾ നമ്മളെ അടുത്ത ഫ്ലാറ്റിൻ്റെ വീഡിയോ, ഇതൊന്നും ഒറിജിനലല്ല, നമ്മളൊരു ബസ്സിൽ സ്റ്റോറി ആയിട്ട് ഭാഗപ്പെട്ടുള്ള വീഡിയോ അല്ല നമ്മൾ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.